കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിൽ സ്വകാര്യ ബസ് തട്ടി ബസ്സിനടിയിലേക്ക് വീണ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാറയിൽക്കാവ് സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീയെ തട്ടി നിലത്തിട്ടതിന് ശേഷം ബസ് മുൻപോട്ട് നീങ്ങി. തലനാരിഴയ്ക്കാണ് ഇവരുടെ ശരീരത്തിലൂടെ ബസ് കയറാതിരുന്നത്. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ലിജോ, അത്ഭുതകരമായാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് വേണമെങ്കിൽ അതിനെ പറയാം. വലിയ അശ്രദ്ധ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കൂടി മനസ്സിലാക്കുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. ജിൽസി, ആയുസ് കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ നെടുങ്ങോലം പാറയിൽക്കടവ് സ്വദേശി ഓമനമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പാരിപ്പള്ളി പരവൂർ റൂട്ടിൽ അമ്മാരത്ത് മുക്കിൽ ഇന്നലെ വൈകുന്നേരത്തായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്. അതായത് ഒരു സ്വകാര്യ വാഹനം, സ്വകാര്യ ബസ് അവിടെ നിർത്തി ആളെ ഇറക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആൾ കയറിയതിനു ശേഷം ബസ് പതിയെ മുന്നോട്ടെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഓമനയമ്മ അവിടേക്ക് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ആ വാഹനത്തിന്റെ മുന്നിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആയിരുന്നത് കൊണ്ട് തന്നെ ആ ഡ്രൈവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓമനയമ്മ വാഹനം തട്ടി വീണത് ആ ടയറുകൾക്കിടയിൽ കൃത്യമായി മധ്യഭാഗത്തായതുകൊണ്ട് മാത്രമാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയത്. അത് അറിഞ്ഞ ഉടൻ തന്നെ ആ വാഹനം ഉൾപ്പെടെ അവിടെ നിർത്തുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിക്കൂടി ഓമനമ്മയെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. അശ്രദ്ധമായി ആ റോഡ് ക്രോസ് ചെയ്തത് കാരണം ആണ് അവിടെ ഒരു അപകടം ഉണ്ടായത്. ആ CCTV പകർന്ന ആ ദൃശ്യങ്ങളാണ് വരുന്നത്. ആ കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു പേടിപ്പെടുത്തും. പക്ഷേ വാഹനം ഒന്ന് പോയി കഴിയുമ്പോൾ മാത്രമാണ് ഓമനമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. എന്തായാലും സ്വകാര്യ ബസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പേടിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കാര്യം വാഹനം എടുത്തു തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ആ ഓമനമ്മ അവിടേക്ക് വന്ന് കയറുകയും അതുതന്നെയാണ് അപകടത്തിലേക്ക് വഴിവെച്ചത്. അലക്ഷ്യമായി റോഡ് ക്രോസ് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടെ കണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ അശ്രദ്ധ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബസ് നീങ്ങി തുടങ്ങിയത് ശ്രദ്ധിക്കാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് നിന്നതും. സ്വാഭാവികമായിട്ടും ഡ്രൈവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ വലിയ ഭാഗ്യമുണ്ടായി എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലിജോ റോളൻസ് നൽകിയത്.